ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാന ഭാഗങ്ങൾക്ക് എത്താൻ പോണ കേട്ടോ. അപ്പൊ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ട്രഡീഷണൽ മെത്തേഡ് പറഞ്ഞു, ഇനി മോഡേൺ മെത്തേഡാണ് പറയുന്നത്. മോഡേൺ മെത്തേഡ് എപ്പോഴും 4 മാർക്കിന്, അതുപോലെ ഓരോ മെത്തേഡ് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് അസസ്മെന്റ് സെന്റർ. ഇത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള USA 1943 ഇതെന്താന്ന് വെച്ചാല് ഇതൊരു അപ്രൈസൽ ടെക്നിക് ആണ്. ഇങ്ങനെ ഹയർ പോസ്റ്റിലേക്ക് എംപ്ലോയീസിനെ പ്രൊമോഷന് വേണ്ടി അതിനു വേണ്ടി നമ്മൾ അപ്രൈസൽ നടത്തുമ്പോൾ യൂസ് ചെയ്ത ടെക്നിക് ആണ്. അസസ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു സെൻട്രൽ ലൊക്കേഷനാണ്. അവിടെ ഒരുപാട് എംപ്ലോയീസ് വന്ന് നമ്മൾ പ്രൊമോഷന് വിചാരിക്കുന്ന ആൾക്കാർ എംപ്ലോയീസിനൊക്കെ വന്ന് അവർക്ക് കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ കുറച്ച് ദിവസം കൊടുത്ത് അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യണത്, അസസ്മെന്റ് സെന്ററിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കുറേശ്ശെ ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ സെലക്ട് ചെയ്ത് അവരെല്ലാരെയും കൂട്ടി 1, 2, 3 ദിവസം ഒരു ഗ്രൂപ്പ് അസൈൻമെന്റ് കൊടുക്കും. അവര് ഭാവിയിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതരം ജോലിയാണോ അവർ എടുക്കാൻ പോണത് ആ രീതിയിലുള്ള ഒരു അസൈൻമെന്റ് കൊടുത്ത് പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ ട്രെയിൻഡ് ഒബ്സർവേഴ്സ് ആണ്. ഈ ഒബ്സർവേഴ്സ് എങ്ങനെ ചെയ്യും, ഓരോ എംപ്ലോയീസും ആ നമ്മൾ കൊടുത്തിട്ടുള്ള അസൈൻമെന്റ് എങ്ങനെ ഇൻഡിവിജ്വലി എങ്ങനെ വർക്ക് ചെയ്യണത്, കളക്റ്റീവ്ലി എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്ന് സിമുലേഷൻ വഴിയും റോൾ പ്ലേയിങ്, ബിസിനസ് ഗെയിംസ് ആൻഡ് ബാസ്കറ്റ് എക്സസൈസ്, കമ്പ്യൂട്ടർ സിമുലേഷൻ വഴിയൊക്കെ ഒബ്സർവ് ചെയ്ത് ഈ ഒബ്സർവേഷൻ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് ഓരോ എംപ്ലോയീസിന്റെ ബിഹേവിയർ റെക്കോർഡ് ചെയ്ത് എല്ലാ ഇവാലുവേറ്ററും കൂടി ഡിസ്കസ് ചെയ്ത് ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. അതാണ് അസസ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. അത് വാക്കിൽ തന്നെ അറിയാം, ഹ്യൂമൻ റിസോഴ്സിനെ അക്കൗണ്ട് ചെയ്യുക എന്ന് വെച്ചാല് ഓർഗനൈസേഷനിലെ കിങ് ആണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, എംപ്ലോയീസ്. ഒരു എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ എന്തൊക്കെ കോസ്റ്റ് വന്നു, അത് മാത്രമല്ല ആ കോസ്റ്റ് വന്നത് ആ എംപ്ലോയി എത്രത്തോളം ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് അത് രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് ആണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ അപ്രൈസൽ നടത്തുന്നത്. കോസ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻക്ലൂഡ് എക്സ്പെൻഡിച്ചർ incurred of human resource planning, recruitment, selection, orientation, placement, and contribution is measured in terms of money. That is money value of a labor productivity. Difference between these cost and contribution shows the performance of the employee. Next is behaviorally anchored rating scale. ഇത് എപ്പോഴും 2 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു ബിഹേവിയറൽ എക്സ്പെക്ടേഷൻ സ്കെയിൽ ആണ്. റേറ്റിംഗ് സ്കെയിലിന്റെയും ക്രിട്ടിക്കൽ ഇൻസിഡന്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ബാർസ് എന്ന് പറഞ്ഞാല് ഒരു പറ്റം ബിഹേവിയർ, ഒരു എംപ്ലോയിയുടെ ബിഹേവിയറൽ സ്റ്റേറ്റ്മെന്റ്, ഡിസ്ക്രിപ്റ്റീവ് ബിഹേവിയറൽ സ്റ്റേറ്റ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്കെയിൽ ആണ്. എന്ന് വെച്ചാൽ ലീസ്റ്റ് മുതൽ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഓരോ എംപ്ലോയീസിന്റെ ബിഹേവിയർ ഉൾക്കൊള്ളുന്ന ഒരു ബാർസ് ആണ്, ഒരു സ്കെയിലാണ് ബാർസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു എംപ്ലോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ, ഒരു എംപ്ലോയർ, ഒരു അപ്രൈസർ ഓരോ എംപ്ലോയിയുടെയും ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ബിഹേവിയറും കൂടി കമ്പയർ ചെയ്ത്, എക്സ്പെക്ട് ചെയ്ത ബിഹേവിയർ ആണ് ബാർസിൽ അല്ലെ, ബാർസും അവർ ആക്ച്വൽ നമ്മുടെ ഒബ്സർവ് ചെയ്തപ്പോൾ ഇവാലുവേറ്ററിന് കിട്ടുന്ന ബിഹേവിയർ കൂടി കമ്പയർ ചെയ്ത് അതിന്റെ ബേസിക്കലി റേറ്റിംഗ് കൊടുക്കുന്നതാണ്, എക്സ്പേർട്സ് റേറ്റിംഗ് കൊടുക്കുന്നതാണ് ബിഹേവിയറൽ ആങ്കർഡ് റേറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രൈസൽ ത്രൂ MBO. MBO എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷന് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സും സബോർഡിനേറ്റ്സും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെ കോമൺ ഗോൾ ഡിഫൈൻ ചെയ്ത് ഏതൊക്കെ ഏരിയാസിലാണ് ഓരോ എംപ്ലോയീസും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അവരിൽ നിന്ന് എന്താണ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്തതെന്ന് പറഞ്ഞു കൊടുത്ത് അതിലൂടെ അങ്ങനെ ഓരോ എംപ്ലോയിയുടെയും പെർഫോമൻസ്
പെർഫോമൻസ് കോർഡിനേറ്റ് ചെയ്ത് കോമൺ ഗോൾ അച്ചീവ്മെന്റിലേക്ക് നീങ്ങാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈക്കോളജിക്കൽ അപ്രൈസൽ. സൈക്കോളജിക്കൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വലിയ ബിഗ് കൺസേൺസ് ആണ് സൈക്കോളജിക്കൽ അപ്രൈസൽ ഇവാലുവേഷന് വേണ്ടി എടുക്കാറ്. ഓരോ എംപ്ലോയീസിനെയും ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ അസസ് ചെയ്യാണ് സൈക്കോളജിക്കൽ അപ്രൈസലിൽ ചെയ്യുന്നത്. ഇൻഡെപ്ത് ഇന്റർവ്യൂ ഉണ്ടാവും, സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, സൂപ്പർവൈസറായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും, വേറെ ഇവാലുവേഷൻ വെച്ചിട്ട് റിവ്യൂ ചെയ്യും. അതിന്റെ ബേസിലൊക്കെ സൈക്കോളജിസ്റ്റും ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് എംപ്ലോയീസിന്റെ ഇന്റലക്ച്വൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യാലിറ്റിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ മോട്ടിവേഷണൽ പൊട്ടൻഷ്യാലിറ്റിയെ പറ്റിയിട്ട് സൈക്കോളജിസ്റ്റ് ഒരു ഇവാലുവേഷൻ റിപ്പോർട്ട് ചെയ്യും. അതിന്റെ ബേസിൽ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ അപ്രൈസൽ. ഇനി MBOയുടെ പ്രോസസ് ഉണ്ട്, അത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സീനിയേഴ്സും സബോർഡിനേറ്റ്സും കൂടി ആലോചിച്ച് എന്ത് ഫിക്സ് ചെയ്യും, ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യും. അതാണ് ഫസ്റ്റ്, എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ എന്താണ്, ഓരോ എംപ്ലോയീസിനും എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ഈച്ച് എസ്റ്റാബ്ലിഷ് ടാർഗറ്റ് ടു ബി അച്ചീവ്ഡ്. അത് കഴിഞ്ഞ് ഓരോ പെർഫോമൻസെയും റിവ്യൂ ചെയ്യും, പീരിയോഡിക്കലി റിവ്യൂ ചെയ്ത് ഓരോ റിവ്യൂ മീറ്റിംഗ്സ് മാനേജ് സബോർഡിനേറ്റ്സും കൂടി നടത്തി അവരുടെ വീക്ക്നെസ് അവരുടെ കൺസ്ട്രെയിൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നടത്താണ് റിവ്യൂ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യാം. നെക്സ്റ്റ് ഫീഡ്ബാക്ക്. എല്ലാ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എംപ്ലോയീസിനോടും അവരുടെ പെർഫോമൻസിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നാലാണ് ഭാവിയിൽ ഇത് കുറവുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് നന്നായിരുന്നു, ഭാവിയിൽ അത് കുറവുകൾ ആവർത്തിക്കാതെയും ഗുണങ്ങൾ തുടരാനും സാധിക്കുള്ളൂ. നെക്സ്റ്റ് ആണ് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി സ്വന്തം കരിയർ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്ത് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഫീച്ചർ ആണ് ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കരിയർ പ്ലാനിങ്. അതേപോലെ തന്നെ അതൊരു എൻഡ് റിസൾട്ട് അല്ല, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷന് വേണ്ടി പീപ്പിളിനെ മാനേജ് ചെയ്യുന്ന ഒരു മീൻസ് ആണ്. അതേപോലെ കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു പ്രാവശ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നില്ല. ബിസിനസിന്റെ ചേഞ്ചിങ് കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ നീഡിനെ മീറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിന്റെയും റെസ്പോൺസിബിലിറ്റി ആണ്. മാത്രമല്ല ഒരു ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതനുസരിച്ചുള്ള ഗൈഡൻസും ഓരോ എംപ്ലോയീസിനെ അവരെ പാത്ത് സെലക്ട് ചെയ്യാനുള്ള കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അതേപോലെ അവരുടെ ഓരോ എംപ്ലോയീസിന്റെയും നോളജിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്. അതേപോലെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ നീഡും ഇൻഡിവിജ്വൽ നീഡും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു കരിയർ പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വാല്യുബിൾ ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇറ്റ്സ് എ പ്രോസസ് സിന്തസൈസിങ് ആൻഡ് ഹാർമണൈസിങ് ദ നീഡ് ഓഫ് ദ ഓർഗനൈസേഷൻ വിത്ത് ഇൻമേറ്റ് ആസ്പിരേഷൻ ഓഫ് എംപ്ലോയീസ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിങ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സിനെ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ഗ്രോ ചെയ്തുകൊണ്ട് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അതേപോലെ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നിലനിർത്തുകയും അവരെ അട്രാക്ട് ചെയ്യിപ്പിക്കുകയാണ് കരിയർ പ്ലാനിങ് കൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഓരോ എംപ്ലോയീസിന്റെയും നോളജും എബിലിറ്റിയും അവരുടെ ഡിസയറും അവരുടെ ആസ്പിരേഷനും കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയേഴ്സ് കണ്ടെത്തി കൊടുക്കുക. അതാണ് കരിയർ പ്ലാനിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ്.
അതേപോലെ ഓരോ എംപ്ലോയീസിനെയും റൈറ്റ് പാത്ത് സെലക്ട് ചെയ്യാൻ, റൈറ്റ് കരിയർ സെലക്ട് ചെയ്യാനുള്ള പ്രോപ്പർ ഗൈഡൻസും എൻകറേജ്മെന്റും കൊടുക്കുക. അതേപോലെ റൈറ്റ് കരിയർ പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇറ്റ് ഹാൽപ്സ് ഇൻ ഇൻക്രീസിങ് എഫിഷ്യൻസീസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ഓൾ ഓപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ സ്റ്റേബിൾ, നമുക്ക് ഒരു കരിയർ പ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ ഗോൾ അച്ചീവ്മെന്റിലേക്കുള്ള ഒരു വേ നമുക്ക് തന്നെ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അതാണ് ലാബ് ടേൺ ഓവർ എപ്പോഴും ഉണ്ടാവുന്ന ഈ പീരിയഡ് ഒക്കെ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് വിട്ടു പോകുന്ന ആ പ്രവണത കുറഞ്ഞ് സ്റ്റേബിൾ വർക്ക് ഫോഴ്സിന് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഓരോ എംപ്ലോയീസ്ക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ് ജോബ് കൊടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തും അവരെ മൊറാലിറ്റി ഇംപ്രൂവ് ചെയ്ത് ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ്, ഇംപ്രൂവ്മെന്റ് ആണ് കരിയർ പ്ലാനിങ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കരിയർ പ്ലാനിങ് പ്രോസസ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് അസസ്മെന്റ് ഓഫ് എംപ്ലോയി. ഓരോ എംപ്ലോയിയുടെയും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ എബിലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം കരിയർ പ്ലാൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് അനാലിസിസ് ഓഫ് കരിയർ ഓപ്ഷൻ. ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതേ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയി പഠിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണതാണ് പറയുന്നത് അനലൈസിങ് കരിയർ ഓപ്ഷൻ, ഇൻവെസ്റ്റിഗേറ്റിംഗ് കരിയർ ഓപ്പർച്യൂണിറ്റി ഇൻ ഗ്രേറ്റർ ഡെപ്ത്. നെക്സ്റ്റ് ആണ് ഫീഡ്ബാക്ക് മീറ്റിംഗ് വിത്ത് എംപ്ലോയീസ്. നമ്മൾ ഓരോ എംപ്ലോയീസിനെയും നമ്മൾ എന്ത് ചെയ്തു, ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്ത് ഇനി എന്നിട്ട് ഇതിന്റെ ബേസിൽ എംപ്ലോയീസിനെ വെച്ച് തന്നെ ഒരു ഫീഡ്ബാക്ക് മീറ്റിംഗ് നടത്തണം. എന്നാലാണ് അവരിൽ നിന്ന് എന്താണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്, അതേപോലെ എന്താണ് ആക്ച്വലി കിട്ടുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ, എന്താണ് ഗോൾ, ഏത് തരം ഗോള് ഏത് രീതിയിലാണ് അച്ചീവ് ചെയ്യുന്നത് അറിഞ്ഞാലാണ് പണി കൂടും അല്ലെ. But this means that there should not be conflict between interest of individual work with that of organizational goal. Therefore, it is required to determine the organizational goal at first hand and try to place employee in the focus suitable to them in terms of their knowledge. Next step is formulating and implementing strategies. Strategies എന്ന് പറഞ്ഞാൽ ഒരു യൂണീക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഐറ്റം ആണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ എന്താണെന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലും അവരുടെ നീഡും അതേപോലെ സർട്ടൻ ആക്ടിവിറ്റീസും പ്രയോറിറ്റൈസ് ചെയ്യലാണ് ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഒരു എംപ്ലോയി ഡെവലപ്മെന്റ് ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പ്ലാന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മാനേജർക്ക് സ്കില്ലും മോട്ടിവേഷൻ ഇല്ലെങ്കിൽ പോലും എന്താണ് ഓരോ ഇൻഡിവിജ്വൽക്കും അവരുടെ നീഡ് അച്ചീവ് ചെയ്യാനുള്ളത് വാങ്ങാൻ പറ്റും. നെക്സ്റ്റ് ആണ് മെഷറിംഗ് ആൻഡ് മോണിറ്ററിംഗ് പ്രോഗ്രസ് ആൻഡ് സക്സസ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് കരിയർ പ്ലാനിങ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് മാനേജ്മെന്റ് ഓരോ ഇടക്കിടക്ക് പീരിയോഡിക്കലി ആയിട്ട് അവരുടെ കരിയർ പ്ലാൻസ് പീരിയോഡിക് റിവ്യൂ നടത്തണം. ഈ റിവ്യൂ കൂടുതൽ ഹെൽപ്ഫുൾ ആവാൻ എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ്, ഓരോ ഓർഗനൈസേഷനെ ഹ്യൂമൻ റിസോഴ്സിനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, അവരുടെ ഇൻഡിവിജ്വൽ ഗോൾസിനെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗോൾസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് അവരുടെ വർക്ക് എന്നൊക്കെയാണ് ഈ മെഷറിംഗ് ആൻഡ് മോണിറ്ററിംഗ് പ്രോഗ്രസ് ആൻഡ് സക്സസിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ക്രൈറ്റീരിയ ഇൻ ഡെവലപ്പിംഗ് കരിയർ പ്ലാനിങ്. കരിയർ പ്ലാനിങ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ക്രൈറ്റീരിയ വേണം? 5 എണ്ണം വേണം. ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനും ഇൻഡിവിജ്വലും ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തിരിക്കണം. എന്താണ് അതിന്റെ ഇൻഡിവിജ്വൽ നീഡും അതേപോലെ ഓർഗനൈസേഷൻ നീഡും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ. നെക്സ്റ്റ് ഗൈഡൻസ്.
ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയിക്കും അവരെ കരിയർ സെലക്ട് ചെയ്യാൻ, അവരെ കരിയർ പ്ലാൻ ചെയ്യാൻ ഗൈഡൻസ് കൊടുക്കണം. നെക്സ്റ്റ് ഇൻവോൾവ്മെന്റ്. ഓരോ എംപ്ലോയീസിനും ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനും അവരെ ഓരോരുത്തരുടെ ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇൻവോൾവ് ചെയ്യണം. ആ ഇൻവോൾവ്മെന്റ് തന്നെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് അവർക്ക് ഉണ്ടാക്കി അവരെ എഫിഷ്യൻസി ഇൻക്രീസ് ആവാൻ വഴിയുണ്ട്. നെക്സ്റ്റ് ഫീഡ്ബാക്ക്. An effective feedback system is to be implemented in the organization, which will help to gather information about employees. ഓരോ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് എത്രമാത്രമാണ് ഹ്യൂമൻ റിസോഴ്സിനെ യൂസ് ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടും. നെക്സ്റ്റ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്യണം, ഒരു പ്രാവശ്യം മാറ്റം വരുത്തിയിട്ട് അതിങ്ങനെ പിടിച്ചിരിക്കുക. ഡൈനാമിക് ആയിരിക്കണം, സ്റ്റാറ്റിക് ആവരുത്. ബിസിനസ് കണ്ടീഷൻ ചേഞ്ച് അനുസരിച്ച് നമ്മൾ ഇതിലും കരിയർ പ്ലാനിങ്ങിലും ചേഞ്ചസ് വരുത്തണം. നെക്സ്റ്റ് ആണ് കരിയർ പ്ലാനിങ്ങിന്റെ ബെനിഫിറ്റ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് എന്താ പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു നോ ദി കരിയർ ഓപ്പർച്യൂണിറ്റി. ഓരോ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള വേരിയസ് കരിയർ ഓപ്പർച്യൂണിറ്റീനെ മനസ്സിലാക്കി തരാൻ കരിയർ പ്ലാനിങ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ കോൺഫിഡന്റ് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവരെ കരിയർ മാനേജ് ചെയ്യാനും ഓരോന്നിനെയും സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ഹെൽപ്ഫുൾ ആണ്. അതേപോലെ ടാലന്റഡ് ആയിട്ട് എംപ്ലോയീസിനെ കമ്പനി തന്നെ റീറ്റെയിൻ ചെയ്യണത് കരിയർ പ്ലാനിങ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ കരിയർ ഡിപ്പെൻഡ് ചെയ്യാൻ എങ്ങനെ how will employees make a self inventory by evaluating their skills, ability and interest. അവനവന്റെ സ്കില്ലും എബിലിറ്റിയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ആ റൈറ്റ് പാത്തിലൂടെ പോകുന്ന ഒരു പ്രോസസ്സാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. അതേപോലെ മാനേജറും എംപ്ലോയീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ആവും കരിയർ പ്ലാനിങ്. അതുകൊണ്ട് തന്നെ കരിയർ പ്ലാനിങ് ഡെവലപ്മെന്റും ഗുണകരമാവും. അതേപോലെ ബെസ്റ്റ് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനും ഈ കരിയർ പ്ലാനിങ് കൊണ്ട് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ മാൻ പവർ ഫോർകാസ്റ്റിംഗ്. ഫ്യൂച്ചർ ഒരു ഓർഗനൈസേഷനിലെ ഫ്യൂച്ചർ വാക്കൻസി നമുക്ക് ഫില്ല് ചെയ്യാൻ കരിയർ പ്ലാനിങ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷനെ ഗ്രോ ചെയ്യാൻ കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മാനേജർ ബെനിഫിറ്റ് ത്രൂ ഗ്രേറ്റ് അവയർനെസ് ഓഫ് എംപ്ലോയി കരിയർ ആസ്പിറേഷൻ, ആഡിങ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ ടാലന്റ്. അതേപോലെ ബെനിഫിറ്റ് ടു ഇൻഡിവിജ്വൽ, അത് ഞാൻ എഴുതണില്ല, ജസ്റ്റ് പറയുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടാലന്റഡ് ആയിട്ടുള്ള ഓരോ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നീഡ്സ് നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനും പ്ലാൻ ചെയ്യാൻ പറ്റും. അതേപോലെ എംപ്ലോയീസിന് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വർക്കിംഗ് എൻവയോൺമെന്റിലെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്, ചേഞ്ച് ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് കരിയർ പ്ലാനിങ്ങിലൂടെ കിട്ടും. ജോബ് സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഒപ്റ്റിമം പേഴ്സണൽ ഡെവലപ്മെന്റിലേക്ക് ലീഡ് ചെയ്യും. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് ദി കരിയർ പ്ലാനിങ്. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരുപാട് വർക്കേഴ്സ് ഉള്ള ഓർഗനൈസേഷനിലൊന്നും ഇത് എഫക്റ്റീവ് മെത്തേഡ് അല്ല. അതേപോലെ തന്നെ പൊളിറ്റിക്കലും അതുപോലെ ട്രേഡ് യൂണിയൻ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ പല ഓർഗനൈസേഷനും കരിയർ പ്ലാനിങ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്താൻ ഇമ്പോസിബിൾ ആണ്. അതേപോലെ പല ബിഗ് ബിസിനസ് ഫാമിലീസ് ഒന്നും ഈ കരിയർ പ്ലാനിങ്ങിനോട് അഭിപ്രായക്കാരല്ല. അതുകൊണ്ട് തന്നെ കരിയർ പ്ലാനിങ് ചിലപ്പോൾ എഫക്റ്റീവ് ആവില്ല. അതേപോലെ ഗവൺമെന്റ് പോളിസി അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഡെവലപ്മെന്റ് അതൊക്കെ ഓരോ ബിസിനസ് ഓർഗനൈസേഷൻ ഓപ്പറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ലോങ്ങർ പീരീഡിൽ കരിയർ പ്ലാനിങ് എഫക്റ്റീവ് ആവണമെന്നില്ല. അതുപോലെ സ്മോൾ ഓർഗനൈസേഷൻ
ഓപ്പർച്യൂണിറ്റി അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിന്റെ സാധ്യതകൾ കുറവുള്ള ഓർഗനൈസേഷനുകളിലൊക്കെ കരിയർ പ്ലാനിങ് സക്സസ് ആവണമെന്നില്ല. അതേപോലെ lack of integrated personal policy, lack of rational wage structure, identification of suitable personnel for career planning, difficulty in focused career opportunity are some other problems that hinders career planning. That's all for today's class. Thank you.